ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഈയിടെയായിട്ട് കുറേ പേര് എനിക്ക് കമൻ്റ് ഇടുന്നു, ഏത് സെക്കൻഡ് ലാംഗ്വേജ് എടുക്കണം എന്ന് നല്ല ഡൗട്ടാണ്, മലയാളം എടുക്കണോ ഹിന്ദി എടുക്കണോ ഏതാണ് എളുപ്പം എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ്സ് ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഞാൻ പറയാം, ഏതെടുത്താലും ഇപ്പം ഹിന്ദി എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് 10th ഒരു ബേസിക്കായിട്ടൊരു SSLC ലെവൽ ഹിന്ദിയെങ്കിലും അറിഞ്ഞിരിക്കണം. കാരണം ഹിന്ദി നമുക്ക് കുറച്ചെങ്കിലും വായിക്കാനും എഴുതാനും നമ്മൾ ഹിന്ദി പഠിക്കുന്ന രീതിയൊക്കെ അറിഞ്ഞില്ലെങ്കിൽ +1 ഭയങ്കര പാടായിട്ട് വരും. ആൻഡ് മലയാളവും അത് തന്നെ. ആൻസേഴ്സൊക്കെ എഴുതുമ്പോൾ എങ്ങനെ ഏത് ഫോർമാറ്റിൽ എഴുതണം, ആൻഡ് അക്ഷരത്തെറ്റില്ലാതെ എഴുതണം, ദെൻ നല്ലപോലെ നല്ല ലെങ്തായിട്ട് ആൻസർ എഴുതാൻ പറ്റണം. മലയാളം എങ്ങനെ പഠിക്കണം, എങ്ങനെ വായിക്കണം, ഇതൊക്കെ അറിയാത്തവർക്ക് മലയാളം എടുക്കാനും പറ്റില്ല. അപ്പോൾ ഏതെടുക്കുകയാണെങ്കിലും ബേസിക്കായിട്ട് നിങ്ങളൊരു SSLCയുടെ ഒരു ബേസിക്കായിട്ടുള്ള ലാംഗ്വേജ് ബേസെങ്കിലും വേണം, അല്ലാതെ നമുക്ക് +1 പഠിക്കാൻ പറ്റില്ല. ആൻഡ് എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറയുകയാണെങ്കിൽ ഹിന്ദിയാണ് കുറച്ചും കൂടെ എളുപ്പം. കാരണം നമ്മൾ സയൻസൊക്കെയാണ് എടുക്കുക, സയൻസ് എന്നല്ല ഏതെടുത്താലും നമ്മൾ മെയിൻ സബ്ജക്ട്സിനാണ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക, പഠിക്കാനായാലും ഒക്കെ. അപ്പോൾ മെയിൻ സബ്ജക്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ നമുക്ക് അതേ ഇമ്പോർട്ടൻസ് നമുക്ക് സെക്കൻഡ് ലാംഗ്വേജിന് കൊടുക്കാൻ പറ്റില്ല. സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ളത് വേണം ചൂസ് ചെയ്യാൻ. കാരണം നമുക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ അത് 100% നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന ലാംഗ്വേജ് അത് സബ്ജക്റ്റ് ആയിരിക്കണം സെക്കൻഡ് ലാംഗ്വേജ്. അപ്പോൾ ഹിന്ദി ആണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ബട്ട് ഹിന്ദി ഒരുവിധം അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്ക് പഠിക്കാനും എഴുതാനും ഒക്കെ പറ്റുള്ളൂ. അപ്പം എൻ്റെ ഒപ്പീനിയനിൽ മലയാളത്തിനേക്കാളിലും നല്ലത് കുറച്ചും കൂടെ ഹിന്ദിയാണ്. കാരണം മലയാളം ഒരുപാട് വലിച്ചു വാരി എഴുതണം, ആൻഡ് ഒരുപാട് നല്ല എഴുതാനുണ്ടല്ലോ. ബട്ട് ഹിന്ദി അങ്ങനെയല്ല. ഒരു 6 മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ ആണെങ്കിലും നമ്മളൊരു 4-5 വരിയിലൊക്കെ എഴുതിയാലും അതിൽ ആശയമുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടും. പിന്നെ ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് ഷുവറായിട്ട് വരും എന്ന് പറയാൻ നമുക്ക് ഹിന്ദിയിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നെ അറിയാം. 8 മാർക്കിൻ്റെ സെക്ഷനിൽ 3 ക്വസ്റ്റ്യനാണ് വരുന്നത്. അതിൽ ഉറപ്പായിട്ടും വരും എന്ന് പറയാൻ നമുക്ക് 2 ക്വസ്റ്റ്യൻ നമുക്ക് പറ്റും. ഈ 3 മാർക്കിൻ്റെ സെക്ഷനിൽ 2 എഴുതിയാൽ മതി. നമുക്ക് തന്നെ പറയാൻ പറ്റും 8 മാർക്കിന് ഉറപ്പായിട്ടും ഈ ക്വസ്റ്റ്യൻ വരും എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിലൊന്നാണ് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നു, ഇംഗ്ലീഷ് വേർഡിൻ്റെ ഹിന്ദി 8 വേർഡ്സ് തന്നിരിക്കും, അത് കറക്റ്റായിട്ട് എഴുതുന്നതിന് 8 മാർക്കാണ്. ദെൻ പിന്നെ വന്നത് റൈറ്റ് ടു ഇൻഫോർമേഷൻ ലെറ്റർ. ഇത് രണ്ടുമാണ് നമുക്ക് ഉറപ്പായിട്ടും 8 മാർക്കിന് വരും എന്ന് പറയുന്നത്. അതല്ലാതെ 8 മാർക്കിന് ചിലപ്പം പരസ്യം എഴുതാൻ വരാം, അങ്ങനെയൊക്കെ വരാം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു ഇതിൽ നിങ്ങൾ ഹിന്ദിയാണ് കുറച്ചും കൂടെ ബെറ്റർ. ഹിന്ദി ഒരു ബേസിക്കായിട്ട് നമുക്ക് ഹിന്ദി SSLCയിലൊക്കെ അറിയാമെങ്കിൽ +1 നല്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഹിന്ദി എടുക്കാം. ആൻഡ് അതല്ല മലയാളം മാത്രമേ അറിയൂ, ഹിന്ദി വായിക്കാനും എഴുതാനും ഒന്നും അറിയില്ലെങ്കിൽ മലയാളം എടുക്കുന്നതായിരിക്കും നല്ലത്. എങ്ങനെയായാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ലാംഗ്വേജ് വേണം എടുക്കാൻ. കാരണം നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല, സെക്കൻഡ് ലാംഗ്വേജിന് എക്സ്ട്രാ ടൈം കൊടുത്ത് പഠിക്കാനും പറ്റില്ല. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നുന്ന സബ്ജക്റ്റ് എടുക്കുക, അല്ലാതെ വേറെ ആൾക്കാർ പറയുന്നത് കേട്ടൊന്നും എടുക്കണ്ട. ഇപ്പോൾ ഹിന്ദി കുറച്ച് നല്ലപോലെ അറിയാമെന്നുണ്ടെങ്കിൽ ഹിന്ദി ഉറപ്പായിട്ടും എടുക്കുക, മലയാളം അറിയാമെങ്കിൽ മലയാളം എടുക്കുക. ഇത് രണ്ടും അറിയാം അപ്പോൾ ഏതെടുക്കണം എന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ 100% പറയുന്നത് ഹിന്ദി ആയിരിക്കും. സോ നിങ്ങൾക്ക് ഏതാണ് എടുക്കാൻ താല്പര്യമുള്ളത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ വീഡിയോ ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്